എല്ലാവർക്കും പ്രമാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും കറിയില്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതുമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ്ങോട് കൂടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്ത സോയാ ചങ്ക്സിലേക്ക് തിളക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഒരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന കടായിലേക്ക് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക്, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്ത തക്കാളിയാണ്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അധിക സമയം ചിലവില്ല. ഗ്യാസും കൂടുതൽ ചിലവാക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി, പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ജീരകം, പെരിഞ്ജീരകം പൊടിച്ചെടുത്ത പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴേക്കും ഈ മസാലയൊക്കെ എല്ലാത്തിലും ഒന്ന് സെറ്റായിട്ടുണ്ടാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി തുറന്നിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഫ്ലേവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റെല്ലാം കറക്റ്റായിരുന്നു. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും സോയാ ചങ്ക്സ്. ഇതുകൊണ്ട് ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇഡ്ഡലി ബാറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രത്തിലേക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 പോർഷനായിട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലേക്കും ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. എന്നും ഒരേപോലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. സോയ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഇഡ്ഡലി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോ പാത്രത്തിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചേഞ്ചസ് വരാം. ഇനി ഇത് തണിയാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോഴും നന്നായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. തണിഞ്ഞ് വരുമ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് വീട്ടിലുള്ള സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും.
അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്